എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് നേരെ ഇഷിതയുടെ മഹേഷിന്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് തന്റെ ക്യാബിനില് ഡോക്ടർ ഇഷിത സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, തന്റെ സ്റ്റാഫിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാളെ ആതിര ഡിസ്ചാർജ് ഉണ്ടാവും. ആ സമയത്ത് 1 രൂപ പോലും കൈപ്പറ്റണ്ട, മൊത്തം ഫ്രീ ആയിട്ട് വേണം കാര്യങ്ങളൊക്കെ. അപ്പൊ ബില്ലായിട്ട് ഒന്നും ഒരു തുക പോലും എഴുതണ്ട എന്നൊക്കെ പറഞ്ഞ് ആ നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫോൺ വിളിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനാണ് ആതിര അങ്ങോട്ടേക്ക് കയറി വരുന്നത്. പിന്നീട് ഇഷിത പറഞ്ഞു, ബാതിര ഇരിക്കാനൊക്കെ പറയാണ്. ആതിര പറഞ്ഞു, ഡോക്ടർ ഉള്ളതുകൊണ്ടാ, ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഞാൻ ജീവനോടെ ഇരിക്കില്ലായിരുന്നു പറയാണ്. എങ്ങനെ നന്ദി പറയണമെന്ന് അറിയത്തില്ല എനിക്ക് ഡോക്ടറോട്. എന്റെ അച്ഛനും അമ്മയും ഡോക്ടറോട് വളരെ മോശമായിട്ട് ആദ്യ സമയത്ത് പെരുമാറിയിട്ടുണ്ടായിരുന്നു. അത് അവരുടെ അറിവില്ലായ്മ കൊണ്ടാന്ന് പറയാ. അതൊന്നും ഞാൻ കാര്യമായിട്ട് എടുക്കുന്നില്ല, അതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തെല്ലാരും ചോദിക്കും. അതെ, ഡോക്ടർ ഒറ്റ ഒരാൾ കാരണം ഒരു പക്ഷേങ്കിൽ ഡോക്ടർ എന്നെ ആ സമയത്ത് ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവൻ ഇപ്പം നിലനിൽക്കില്ലായിരുന്നു. ഇപ്പോഴീ ഭൂമിയിൽ പോലും ഞാൻ കാണില്ല. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും സഫലമാവില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ ഇഷിത പറഞ്ഞു, എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? ഇപ്പൊ ലോയല്ലേ പഠിക്കണമെന്ന് ചോദിക്കാം. അതെ, എനിക്ക് പഠിക്കണം, പാസ്സാവണം. പിന്നെ എന്റെ ആഗ്രഹം ഒരു ജഡ്ജ് ആവാനാന്ന് പറയണം. അതെന്താ ജഡ്ജ് ആവുന്നേ? വക്കീലാവണം, ഇഷ്ടം പോലെ വക്കീൽ ഫീസും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലെന്ന് ചോദിക്കാം. അത് ശരിയാ, പക്ഷേങ്കിൽ എനിക്ക് സത്യസന്ധമായിട്ട് വേണം മുന്നോട്ട് വന്നിട്ട്. കള്ളത്തരം പറയാനായിട്ട് എനിക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് ജഡ്ജ് ആവണമെന്ന് പറഞ്ഞ. ജഡ്ജ് ആവും പിന്നെ സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ പോരെ, നീതിയുടെ ഭാഗത്ത് നിന്നാ പോരെന്ന് ചോദിക്കാം. അത് കേട്ടപ്പം ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇഷിത പറഞ്ഞു, ഇങ്ങനെയുള്ള പെൺകുട്ടികൾ വേണം ഇന്നത്തെ കാലത്ത് എന്ന് പറയണ. അത് മാത്രമല്ല, കുറച്ചുകൂടെ ഒക്കെ ഒരു ധൈര്യം കാണിക്കണം കേട്ടോ എന്ന് പറയണം. അതെ, അതെനിക്ക് മനസ്സിലായി ഡോക്ടർ ഇഷിതയിൽ നിന്ന് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് പറയാം. അല്ല, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതുവരെ ആയിട്ടും അവരുടെ അച്ഛനോ അമ്മേനെ കുറിച്ച് ഞാൻ ചോദിച്ചിട്ടില്ല. വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കാം. അച്ഛനും അമ്മയും ഒരനിയത്തി. അനിയത്തി +2 പഠിക്കണം. അച്ഛനും അമ്മയുടെ ജോലി എന്ന് പറഞ്ഞാൽ അവർ റബ്ബർ വെട്ടാനായിട്ട് പോകുന്നു പറയാം. ഓഹോ, അപ്പൊ അതിലേക്ക് എങ്ങനെയാ ഈ ഫീസ് കൊടുക്കാനുള്ള പൈസ കിട്ടുന്നത്? അതൊക്കെ സ്കോളർഷിപ്പ് ഉണ്ടെന്ന് പറയണ. സ്കോളർഷിപ്പോ? അതെ, 8ാം ക്ലാസ് മുതൽ സ്വയം സ്കോളർഷിപ്പാ. ഞാൻ എൻ്റെ അച്ഛനും അമ്മയോടും കൂടി റബ്ബർ വെട്ടാനായിട്ട് അങ്ങനെയൊക്കെ പോകും. അങ്ങനെ ഹെൽപ്പ് ചെയ്തുള്ള പൈസ സൂക്ഷിച്ചു വെച്ചിരുന്നു. അങ്ങനെ ആ പൈസയൊക്കെ ഉപയോഗിച്ചാ ഇപ്പൊ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഇന്ധനം എന്ന് പറയാം. കൊള്ളാലോ, നല്ല മിടുക്കിയാന്ന് പറയണം. ആതിരയ്ക്ക് ഉയരങ്ങളിൽ എത്താൻ സാധിക്കും, എനിക്കറിയാം. ഇത്ര നല്ല അധ്വാനിച്ചു വരുന്ന ഒരു പെൺകുട്ടിക്ക് ഒരിക്കലും തളർന്നു പോകാനായിട്ട് സാധിക്കില്ല. ഏറ്റവും നല്ല ഉയരങ്ങളിലേക്ക് എത്തിച്ചേരുമെന്ന് പറയാം. പിന്നീട് ആതിര പറഞ്ഞു, ശരി ഡോക്ടറെ, ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെന്ന് ചോദിക്കണം. അപ്പോഴേക്കും ഇഷിത എഴുന്നേറ്റിട്ട് ഒരു നല്ലൊരു പെണ്ണെടുത്തോണ്ട് കൊടുക്കണം. ഇതാ എൻ്റെ ഒരു ചെറിയ സമ്മാനം എന്ന് പറയണം. ഇത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും ആതിര പറഞ്ഞു, ചെറിയ സമ്മാനമോ? ഇത് ചെറിയ സമ്മാനമല്ല ഡോക്ടറെ, ഇത് വലിയ സമ്മാനം തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. ഈ പെന്നും കൊണ്ട് ഞാൻ ആദ്യം എന്താ ചെയ്യുന്നറിയോ? ആദ്യം എൻ്റെ എക്സാം ഞാൻ എഴുതും. എക്സാം എഴുതിയതിനു ശേഷം ഞാൻ ഈ പെണ്ണെടുത്ത് സൂക്ഷിച്ചു വെക്കുമെന്ന് പറയാം. അതെന്താ, അപ്പോഴേക്കും മഷി തീർന്നു പോകുന്നു കരുതിയിട്ടാണോ? അതുകൊണ്ടല്ല. ഈ പെണ്ണ് പിന്നെ ഞാൻ എടുക്കുന്ന എന്നായിരിക്കും എന്നറിയാവോ? ഞാനൊരു ജഡ്ജായി കഴിഞ്ഞ ശേഷം ആദ്യം വിധി പറയാനായിട്ടായിരിക്കും ഈ പെണ്ണ് ഞാൻ കൈ കൊണ്ട് എടുക്കുന്നത്. അതുവരെ ഞാൻ ഈ പെണ്ണ് കൈ കൊണ്ട് തൊടത്തില്ല എന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ ഇഷിതയ്ക്ക് ഭയങ്കര സന്തോഷമായി. പിന്നീട് അങ്ങോട്ട് പോകാണ്ട് തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ആദരിച്ചു, ഡോക്ടർ ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ ഡോക്ടർക്ക് എന്നോട് ദേഷ്യം വരുമോ? എന്ത് കാര്യമാണ്? ഞാൻ ഡോക്ടറിന് ഹഗ് ചെയ്തിട്ടെ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷിത പറഞ്ഞു, അതിനെന്താ എന്ന് പറയാണ്. പിന്നീട് ആതിര വന്ന് ഇഷിതനെ കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ച് സമയം അവരങ്ങനെ നിൽക്കുകയാണ്. ഈ സമയത്ത് ആതിരയുടെ അച്ഛനും അമ്മയും കൂടെ കടന്നു വരുന്നേ. ആഹാ, നിങ്ങളും ഉണ്ടായിരുന്നു എന്ന് ചോദിക്കും. അതെ, ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു ഡോക്ടറെ. ഇവള് പറഞ്ഞു ഇവൾക്ക് സ്വകാര്യമായിട്ട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതാ ഞങ്ങൾ പിന്നെ പുറത്ത് മാറി നിന്നേന്ന് പറയാം. ഇപ്പോഴും ഇങ്ങോട്ട് കയറി വന്നേ. ഡോക്ടർ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ മോളെ ഞങ്ങൾക്ക് ഒരിക്കലും തിരികെ കിട്ടില്ലായിരുന്നു, ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റില്ലായിരുന്നു. ഈ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടായിരിക്കും എന്ന് പറയാണ്. ഇഷിത പറഞ്ഞു, അതിനെന്താ, ഞാൻ എൻ്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തേ, എൻ്റെ ഡ്യൂട്ടി ആയിരുന്നതാ, അത് മാത്രമേ ചെയ്തുള്ളൂ. പിന്നെ നിങ്ങളുടെ മോളുടെ ദൈവഭാഗ്യം അതുകൊണ്ടുള്ളതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ജീവിതത്തിലേക്ക് തിരികെ വന്നിരിക്കുന്നത്. മോൾക്കൊരു 2ാം ജന്മമാണെന്ന് തന്നെ കൂട്ടിക്കോ. പിന്നീട് ആതിര പറഞ്ഞു, ഈ ജീവിതത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് മാക്സിമം ശ്രമിക്കണം എന്ന് പറയണം. ശരി ഡോക്ടറെ എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. പിറ്റേ ദിവസമാണ് ഡിസ്ചാർജ്. അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞപ്പോൾ കുറച്ച് ഗുണ്ടകൾ അങ്ങോട്ടേക്ക് വരുവാണ്. അങ്ങനെ അവർ വന്നിട്ട് നേരെ ആതിര കിടക്കുന്ന മുറിയിലേക്കാണ് വരുന്നത്. ആതിര കിടക്കുന്ന മുറിയിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും പൊതച്ചു മൂടി കിടക്കുന്നുണ്ട്. ഓഹോ, ഇവിടെ പൊതച്ചു മൂടിയാ കിടക്കണമെന്ന് ഓർത്തുകൊണ്ട് ഒരു ഗുണ്ട എന്ത് ചെയ്യുന്ന വന്നിട്ട് അങ്ങനെ അവളെ അങ്ങോട്ട് തൂക്കി എടുത്തുകൊണ്ട് പോകാൻ തുടങ്ങണം. പൊതപ്പോട് കൂടിയിട്ട് ഈ സമയത്ത് ഒറ്റ ചവിട്ടായിരുന്നു. അവൻ്റെ നെഞ്ചും കൂടി നോക്കി അവൻ തറയിലേക്ക് പെട്ടെന്ന് വീഴുവാണ്. അതിനകത്ത് മഹേഷ് ആയിരുന്നു ഉണ്ടായിരുന്നത്. മഹേഷ് അതിനകത്ത് വരുന്നു, ഒട്ടും പ്രതീക്ഷ കാര്യമില്ല. പിന്നീട് അവന്റെ പുറകെ ഓടുകയാണ്. എന്നിട്ട് അവനെ അവിടെ ഇട്ട് ഇടിക്കുന്നുണ്ട്. അവസാനം ജീവരക്ഷാർത്ഥം അവൻ ഓടിയിട്ട് ആ ഗ്രൗണ്ട് ഫ്ലോറിന്റെ അങ്ങോട്ട് ചെല്ലുകയാണ്. അവിടെ ഇട്ട് പിന്നെ അടിയായി. അങ്ങനെ കുറച്ച് ഗുണ്ടകളും കൂടെ അങ്ങോട്ട് വന്നു. മഹേഷിനെ എടുത്തിട്ട് അടിക്കുകയാണ്. ആ സമയത്താണ് മുഖംമൂടി ധരിച്ച ഒരാൾ വരുന്നത്. അയാൾ വന്നിട്ട് എന്ത് ചെയ്യാണ്, മഹേഷിനെ ഇടിക്കുന്നവരെയൊക്കെ പിടിച്ചിട്ട് നല്ല ഇടി കൊടുക്കുകയാണ്. അവസാനം മഹേഷിനെ ഇടിക്കാൻ വന്നവന്മാരെല്ലാം പേടിച്ച് അവസാനം ഓടുകയാണ്. അവന്മാർക്ക് അവിടെ നിൽക്കാൻ പോലും പറ്റിയില്ല. ആ സമയം മഹേഷ് നോക്കി കഴിയുമ്പോഴത്തേനും തന്നെ രക്ഷിക്കാൻ വന്നയാളും കൂടെ നടന്നു പോന്നു. ആ മുഖത്ത്
മങ്കിക്യാപ്പ് വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. ആ മങ്കിക്യാപ്പ് അങ്ങോട്ട് വലിച്ചൂരി കഴിഞ്ഞപ്പോഴത്തേനും ഒരു സൈഡ് വ്യൂവിൽ ആ മുഖം ആ മഹേഷ് കണ്ടു. അത് വിനോദാന്ന് മനസ്സിലായി. വിനോദാനെ തന്നെ രക്ഷിക്കാമെന്നുള്ള സത്യം മഹേഷിന് മനസ്സിലാവുകയാണ്. പിന്നീട് ഇഷതയാണെങ്കിൽ മഹേഷ് വരാഞ്ഞിട്ട് ആകെപ്പാട് ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുകയാണ്. ഇതെന്താ ഇതുവരെയായിട്ടും വരാത്തെ? ഫ്ലാറ്റിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നിൽക്കുക. ഇത്ര സമയമായിട്ട് വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അപ്പോഴേക്കാണ് മഹേഷിന്റെ വരവ്. മഹേഷിനെ കണ്ട് ഇഷ്ടം ചോദിച്ചു, ഇതെന്താ ഇത്ര ലേറ്റ് ആയെന്ന് ചോദിക്കുക. പിന്നെ കൃത്യസമയത്ത് തന്നെ വരാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും. അല്ല പ്രിയതമേ എന്തിനാ ഇവിടെ കാത്തിരുന്നെന്ന് ചോദിക്കും. ഓ കാത്തിരുന്നായിരിക്കും ഇത്ര ബുദ്ധിമുട്ടല്ലേന്ന് ചോദിക്കും. അല്ല കാത്തിരിക്കേണ്ട പതിവില്ലായിരുന്നല്ലോ, അതുകൊണ്ട് ചോദിച്ചാന്ന് പറയും. ഭർത്താവ് വരാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ നോക്കിയിരിക്കുന്ന അത്ര വലിയ കുറ്റമാണോ? എനിക്കറിയില്ല എന്ന് പറയണ. ഇത് കേട്ടതും മഹേഷ് പറഞ്ഞു, പിന്നെ നോക്കിയിരിക്കുന്ന ആള് വന്നിരിക്കുന്നു. അല്ല നിങ്ങളിത് ഇത്ര സമയത്ത് എവിടെ പോയി കിടക്കുമായിരുന്നു? ഒരു ഉത്തരവാദിത്വം ഒന്നുമില്ലേ നിൽക്കും. എന്ത് ചെയ്യാനെന്ന് പറ. എനിക്കൊരു ഡോക്ടർ ഭാര്യയുണ്ട്. അവള് കാരണം എനിക്കൊരു കിടക്കപ്പുറത്ത് ഇല്ലാത്ത അവസ്ഥയാ. അവൾക്ക് ഇച്ചിരി സെന്റിമെന്റ്സ് ഒക്കെ കൂടിയിട്ടെ അവളിങ്ങനെ ആൾക്കാരെ എല്ലാം ഇങ്ങനെ വിളിച്ചടിപ്പിക്കും. അവസാനം എന്തേലും പണി വന്നിരിക്കുമ്പോൾ ഞാൻ വേണം അതിന്റെ പുറകെ നടക്കാനായിട്ട്. അങ്ങനെ ഒരു പണിയുമായിട്ട് പോയിട്ട് വന്നിരിക്കുക ഞാനെന്നൊക്കെ പറയാം. പക്ഷെ ഇഷ്ടതി അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പിന്നീട് മഹേഷ് പറഞ്ഞു, ശരി എന്നാ കയറി പോയേക്കാം, ഇനി ഇവിടെ എന്തിനാ നിൽക്കണമെന്ന് ചോദിച്ചിട്ട് മുറിയിലേക്ക് കയറി ചെല്ലുവേണം. പക്ഷെ മുറി കയറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും മഹേഷൻ ദേഹം അനക്കാൻ പറ്റുന്നില്ല. ദേഹം ആസകലം വേദന. കാരണം ദേഹമെല്ലാം വേദന എടുത്തിട്ട് രക്ഷയില്ല. ഇടി കിട്ടിയതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ട് ഞെളിവിരി കൊള്ളുവാണ്. എന്താ മഹേഷേ, എന്താ കാര്യം എന്താന്ന് ചോദിക്കാം. ഒന്നുമില്ലാന്ന് പറയണേ. എന്താ കാര്യമായിട്ടുണ്ടോ? ഒരു പ്രശ്നമില്ലാന്ന് പറയാ. മട്ടും പാവമൊക്കെ ഉണ്ട് അതല്ലോ. ഫുഡ് കഴിക്കുന്നില്ലേന്ന് ചോദിക്കും. വേണ്ട എനിക്ക് ഫുഡ് ഞാൻ കഴിക്കുന്നില്ല വേണ്ടാന്ന് പറഞ്ഞാൽ കഴിച്ചെന്ന് പറയും. അപ്പൊ നിനക്ക് വേണ്ടെന്ന് ചോദിക്കും. അതൊക്കെ ഞാൻ എപ്പോഴേ കഴിച്ചു. പിന്നെ ഭർത്താവ് വരുന്നോളം വരെ ഫുഡ് കഴിക്കാതിരിക്കും കാത്തിരിക്കാൻ പാകത്തിന് മണ്ടിയൊന്നും അല്ല ഞാൻ. ഇന്നത്തെ ജനറേഷനിൽ അങ്ങനെയുള്ള കുട്ടികളൊന്നും ഇല്ലാന്ന് പറയാം. അതൊക്കെ പണ്ടായിരുന്നു പറയണം. ഇത് കേട്ടപ്പോൾ മഹേഷ് ഒന്ന് ചിരിച്ചു. പിന്നീട് മഹേഷ് അങ്ങോട്ട് കിടക്കാൻ പോവാണ്. മഹേഷൻ ദേഹവാസകാലം വേദന എടുത്തിട്ട് രക്ഷയില്ല. പിന്നീട് ഇഷ്ടത്തിൽ ലൈറ്റും കൂടെ ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പത്തിന് അയ്യോ അമ്മയെ പൊത്തോന്ന് പറഞ്ഞ് മഹേഷ് കിടന്ന് കരയുവാണ്. പെട്ടെന്ന് വീണ്ടും ഇഷ്ടത്തിൽ ലൈറ്റ് ഇട്ടു. എന്താ കാര്യം, എന്തെങ്കിലും അവിടെ തുറന്നു പറയുന്നു പറയണ. അത് പിന്നെ എൻ്റെ ദേഹവാസകാലം വേദനയുണ്ടെന്ന് പറയണ. വേദന എന്ത് കാണിച്ചേ? എന്ത് ചെയ്യാനാ, ചില സാഹചര്യങ്ങൾ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരുമെന്ന് പറയാം. ഇഷ്ടത്തേക്ക് കാര്യം എന്താണെന്ന് മനസ്സിലായില്ല. അവസാനം പറഞ്ഞ് ഞാൻ ബാം പുരട്ടി തരാന്ന് പറയാം. വേണ്ട വേണ്ട, ബാം ഒന്നും പുരട്ടി തരണ്ടെന്ന് പറയാം. എനിക്കറിയാം, ആ ബാം ഇങ്ങോട്ട് തന്നാൽ മതി എന്ന് പറയണ. അങ്ങനെ ഇഷിതയുടെ കയ്യിൽ നിന്ന് ബാം മേടിച്ചിട്ട് മഹേഷ് സ്വന്തമായിട്ട് പെരട്ടാൻ നോക്കുക. അപ്പം മഹേഷിന്റെ കയ്യിൽ നിന്ന് എത്തുന്നില്ല പുറകോട്ട് ഇങ്ങനെ തേക്കാൻ. അവസാനം ഇഷിതയുടെ മുന്നിൽ മുട്ടുമണിക്കും. ഒന്ന് തേച്ച് തരാമെന്ന് ചോദിക്കുക. അങ്ങനെ ഇഷിത അങ്ങോട്ട് തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഇഷിത പറഞ്ഞു, ആദ്യം ഞാൻ പറഞ്ഞപ്പോൾ പുച്ഛമായിരുന്നു, ഇപ്പൊ കണ്ടില്ലേ, കാര്യം കാണാനായിട്ട് കഴുതക്കാലം പിടിക്കണമെന്ന് പറഞ്ഞാലേ ഇപ്പൊ തന്നെ അവസാനം വന്ന കണ്ടില്ലിരിക്കുക. അതെ അതെനിക്കറിയാം, അതുകൊണ്ടാണല്ലോ ഞാനൊരു കഴുതയുടെ കയ്യിൽ തന്നേന്ന് പറയണേ. അങ്ങനെ വീണ്ടും രണ്ടുപേരും അടിയുണ്ടാക്കുകയാണ്. അടിയുണ്ടാക്കിയതിന് ശേഷം കിടക്കണ സമയത്ത് ഇഷിതയുടെ കണ്ണിലേക്ക് മഹേഷ് നോക്കണം. അതുപോലെ തന്നെ മഹേഷ് ഇഷിതയുടെ കണ്ണിലേക്കും. അവർക്ക് രണ്ടുപേർക്കും ഉള്ളിൽ പരസ്പരം പ്രണയം തോന്നി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് ഇഷിത തന്റെ ദേഹത്തുണ്ടായിരുന്ന കുറച്ച് പുതപ്പ് മഹേഷിനെ ദേഹത്തേക്ക് ഇടുവാണ്. പിന്നീട് മഹേഷിനും തന്നെ നോക്കി കിടക്കുക. പിന്നീട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ ആദ്യത്തിന് എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ആകാശം എന്ന് ഗുഡ് മോർണിംഗ് പറഞ്ഞതിന് ശേഷം ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യണം. ഇതിപ്പോൾ ആദ്യം താങ്ക് യു അങ്കിൾ എന്ന് പറയണം. മോന്റെ പിറന്നാളിന് എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, എന്ത് വേണേലും ഈ അങ്കിൾ വാങ്ങിത്തരുമെന്ന് പറയാം. അപ്പോഴേക്കും രജനി അങ്ങോട്ട് കോഫിയൊക്കെ ആയിട്ട് വന്നു. എന്നാ മോന് കോഫി എന്ന് പറയണം. അങ്ങനെ കോഫിയൊക്കെ കൊടുത്തു. കോഫി കുടിച്ചോണ്ടിരുന്നപ്പോഴത്തേനും ആകാശ് ചോദിച്ചു, അല്ല മോൻ ഡാഡീനെ വിളിക്കണം ആ മഹേഷിനെ? എനിക്ക് വിളിക്കണ്ട, അയാളുടെ പേര് കേൾക്കുന്ന പോലും എനിക്ക് വെറുപ്പ് ഉറപ്പുക, അതുകൊണ്ട് അയാളെ വിളിക്കണ്ടെന്ന് പറയണം. ഇത് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം, മോൻ്റെ ഡാഡിയുടെ ആഗ്രഹം ഇത് തന്നെയാന്ന് പറയാണ്. ഒരു കാര്യം ചെയ്യാം, മുമ്പ് കുളിച്ച് ഫ്രഷ് ആയിട്ട് വാ, അമ്മ കാപ്പി എടുത്ത് വെക്കാന്ന് പറഞ്ഞുകൊണ്ട് രചന പറയാണ്. ഇത് കേട്ടതും അവൻ അങ്ങോട്ടേക്ക് പോയി. ഈ സമയത്ത് ആകാശിനോട് രചന പറഞ്ഞു, കണ്ടില്ലേ അവന്റെ മനസ്സിൽ നല്ല മാറ്റം ഉണ്ടല്ലേ, ഇങ്ങനെ പോവുകയാണെങ്കിൽ അവനെ കൊണ്ട് തന്നെ വേണം നമുക്ക് മഹേഷിനോട് പ്രതികാരം ചെയ്യിക്കാനായിട്ട്. അവനല്ലേ നമ്മുടെ ഏറ്റവും വലിയ തുറപ്പുചേട്ടൻ എന്നൊക്കെ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയിൽ വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.